ഭയത്തിന്റെ വിറയൽ മാറ്റാൻ ഇന്നും പാകിസ്ഥാൻ സൈന്യം പാടുപെടുന്ന ആ രാത്രിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആകാശത്ത് സുഖോയും റഫാലും ഇടിമിന്നൽ പോലെ പാഞ്ഞപ്പോൾ പാകിസ്ഥാന്റെ അഹങ്കാരമായിരുന്ന കിരാന കുന്നുകൾ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. പക്ഷേ ചരിത്ര പുസ്തകങ്ങളിലോ വാർത്തകളിലോ ഈ കഥ നിങ്ങൾ കാണില്ല. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും രഹസ്യാത്മകവും എന്നാൽ അത്യന്തം മാരകവുമായ ഒരു ദൗത്യത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ മണ്ണിൽ ചോര വീഴ്ത്തിയവർക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യ തിരഞ്ഞെടുത്തത് ഒരു തീവ്രവാദി ക്യാമ്പല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആണവ സിരാ കേന്ദ്രമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ വ്യോമസേന അതീവ രഹസ്യമായി നടത്തിയ ആ സൈലന്റ് സർജിക്കൽ സ്ട്രൈക്കിന്റെ ചുരുളഴിയുകയാണ്. പ്രശസ്ത ചരിത്രകാരൻ ടോം കൂപ്പർ പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേട്ടാൽ ഏതൊരു ഇന്ത്യക്കാരന്റെയും രക്തം തിളയ്ക്കും. എന്താണെന്ന് രാത്രി കിരാന കുന്നുകളിൽ ശരിക്കും സംഭവിച്ചത്? പാകിസ്ഥാന്റെ ആണവ സ്വപ്നങ്ങളെ ഇന്ത്യ തകർത്തത് എങ്ങനെയാണ്? വെൽക്കം ടു ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഓപ്പറേഷൻ സിന്ധു. ആദ്യം തന്നെ നമുക്ക് ഈ ലൊക്കേഷൻ ഒന്ന് നോക്കാം. പാകിസ്ഥാൻ പഞ്ചാബിലെ സർദോഗ ജില്ലയിലുള്ള കിരാന കുന്നുകൾ, കിരാന ഹിൽസ്. ഇതൊരു സാധാരണ മലനിരയല്ല. പാകിസ്ഥാന്റെ ആണവ പദ്ധതികളുടെ സിരാ കേന്ദ്രമാണിത്. 1980-കൾ മുതൽ അവർ അവിടെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. മലകൾക്കുള്ളിൽ ആഴത്തിൽ നിർമ്മിച്ച ടണലുകളും അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ്, ഭൂഗർഭ അറകളും ഒക്കെ ഏത് വലിയ ആക്രമണത്തെയും പ്രതിരോധിക്കുമെന്നായിരുന്നു പാകിസ്ഥാന്റെ അഹങ്കാരം. തങ്ങളുടെ ആണവായുധങ്ങളും മിസൈലുകളും ഒക്കെ അവിടെ സേഫ് ആണ് എന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ പേൽഗാമിലെ ക്രൂരമായ ഭീകരാക്രമണം ഇന്ത്യയുടെ ക്ഷമയുടെ പരിധി ലംഘിച്ചു. കേവലം ഒരു തീവ്രവാദി ക്യാമ്പ് തകർക്കുന്നതിന് പകരം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് അസറ്റ് തന്നെ തകർക്കാൻ ഇന്ത്യൻ സൈനിക നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ടോം കൂപ്പറിന്റെ നിരീക്ഷണത്തിൽ ഇന്ത്യ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാന്റെ ആണവ പ്രഹരശേഷിയെ നിശ്ചലമാക്കുക എന്നതായിരുന്നു. ഇനി ഈ ഓപ്പറേഷന്റെ സാങ്കേതിക വശം നോക്കിയാൽ നമുക്ക് അഭിമാനം തോന്നും. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ടോപ്പ് ടിയർ ആയുധങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചത്. ഒന്ന്, സുഖോയ് 30 MKI. ആകാശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സുഖോയ് വിമാനങ്ങൾ അണിനിരന്നു. ബ്രഹ്മോസും റാംപേജ് മിസൈൽസും. സുഖോയിൽ നിന്ന് തൊടുത്തുവിട്ട ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ പാകിസ്ഥാന്റെ റേഡാർ സംവിധാനങ്ങളെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ചാരമാക്കി മാറ്റുകയായിരുന്നു. ഇനി റഫാലും സ്കാൽപ്പും. നമ്മുടെ പുതിയ കരുത്തായ റഫാലിൽ നിന്ന് വിക്ഷേപിച്ച സ്കാൽപ് മിസൈലുകൾ ഭൂഗർഭ അറകളുടെ കവാടങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. ഇതൊരു മൾട്ടി ലെയർ ആക്രമണമായിരുന്നു. ജാഗോർ വിമാനങ്ങൾ കൂടി റാംപേജ് മിസൈലുകളുമായി ചേർന്നപ്പോൾ കിരാന കുന്നുകൾക്ക് മുകളിൽ അഗ്നിവർഷം തന്നെ നടന്നു.